സോ ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീ ഒരു പുരുഷനിലേക്ക് അടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്, അതല്ല എന്തൊക്കെ കോമൺ ട്രേറ്റ്സ് ആണ് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ പ്രിഫർ ചെയ്യുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഫീമെയിൽ സൈക്കോളജിയിലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മോഡേൺ റിലേഷൻഷിപ്പ് കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. ഫീമെയിൽ സൈക്കോളജി പ്രകാരം അവരുടെ ഈ പ്രിഫറൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഇതിലാദ്യം വരുന്നത് ഷോർട്ട് ടൈം അട്രാക്ഷൻ ആണ്. അതായത് സ്ത്രീകൾ കുറഞ്ഞ സമയം കൊണ്ട് ഒരാണിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന രീതി. ഈ ഒരു അട്രാക്ഷൻ ഡേറ്റിങ് അതുപോലെ ഫസ്റ്റ് ടൈം ഇംപ്രഷൻ്റെ ഒക്കെ സമയത്തായിരിക്കും ഉണ്ടാവുന്നത്. ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് ഡേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവനെ ആദ്യമായിട്ട് കാണുമ്പോഴോ അവനിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവനിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ ഷോർട്ട് ടൈം അട്രാക്ഷനിൽ പറയുന്നത്. ഇനി അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹൈ സോഷ്യൽ വാല്യൂ ആണ്. അതായത് അയാളുടെ സ്റ്റാറ്റസ്, അതുപോലെ സമൂഹത്തിലുള്ള അയാളുടെ നിലയും വിലയും, ഇതൊക്കെയാണ് ഹൈ സോഷ്യൽ വാല്യൂവിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഒരു നീഡി പേഴ്സൺ ആവാതെ, ഒരു അത്യാഗ്രഹിയാകാതെ അയാൾ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ്. അടുത്തതെന്ന് പറയുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. ഈ വ്യക്തി ഒരു പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ഫൺ എനർജി ഉള്ള ഒരാളാണോ എന്നും അവർ ശ്രദ്ധിക്കും. അടുത്തായിട്ട് സ്ത്രീകൾ നോക്കുന്നത് കോൺഫിഡൻസ് ആണ്. അയാൾ എത്രത്തോളം ബോൾഡാണ്, സെൽഫ് അഷ്വേർഡ് ആണ്, സോഷ്യലി സ്മൂത്ത് ആണ് എന്നുള്ളതൊക്കെ. ഏറ്റവും അവസാനമായിട്ട് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, അതായത് നമ്മുടെ ഓവറോൾ ലുക്സ്, നമ്മുടെ ബോഡി, നമ്മുടെ സ്റ്റൈല്, നമ്മുടെ ഹൈജീൻ തുടങ്ങിയവ. ലവ് റിലേഷൻഷിപ്പ്, അതുപോലെ ഡേറ്റിങ്, അതുപോലെ ഫസ്റ്റ് ഇംപ്രഷൻ, ആ സമയത്തൊക്കെ ഒരു സ്ത്രീ കോമൺ ആയിട്ടും ഒരു പുരുഷനിൽ ശ്രദ്ധിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനിയും സീരിയസ് ആയിട്ട് ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യേണ്ട സന്ദർഭത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അവർ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് ലോങ് ടേം പാർട്ട്ണർ ട്രേറ്റ്സ്. അതായത് കല്യാണം കഴിക്കേണ്ട സന്ദർഭം വരുമ്പോൾ, അതായത് ഒരു ജീവിത പങ്കാളിയെ വേണ്ട സന്ദർഭം വരുമ്പോൾ അവരെ ശ്രദ്ധിക്കുന്ന ചില ഗുണഗണങ്ങൾ, ഒരാണിൽ ശ്രദ്ധിക്കുന്ന ചില ഗുണഗണങ്ങൾ, അതാണ് ഈ ലോങ് ടേം പാർട്ട്ണർ ട്രേറ്റ്സിൽ പറയുന്നത്. ഇനി ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ നോക്കാം. ആദ്യം പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ്. അതായത് മനസ്സിലാക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, കംഫോർട്ട് ചെയ്യാൻ, ഇതിനൊക്കെയുള്ള കഴിവ് അയാൾക്കുണ്ടോ. രണ്ടാമത്തേത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ശരിയായി കേൾക്കാനും അതുപോലെ ഫീലിങ്സ് ഷെയർ ചെയ്യാനും അതുപോലെ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാനുമുള്ള കഴിവുണ്ടോ എന്ന് നോക്കും. അടുത്തത് സപ്പോർട്ടീവ് നേച്ചർ. അതായത് പരസ്പരമുള്ള വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുമോ എന്ന് നോക്കും. അടുത്തത് അവരർഹിക്കുന്ന റെസ്പെക്റ്റ്, ബഹുമാനം, അതവർക്ക് ഇവരിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കും. അതുപോലെ ഇയാൾ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണോ, അതുമല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളാണോ, സ്വന്തമായി ഗോൾസ് ഉള്ള ഒരാളാണോ, ഇതൊക്കെയും അവർ ശ്രദ്ധിക്കും. അതുപോലെ അമിതമായി കൺട്രോൾ ചെയ്യാത്ത എന്നാൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരാളാണോ, അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അവർ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ വിശദമായി പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കിയാൽ ഒരു സ്ത്രീ അവൾ ഡേറ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പുരുഷനിൽ കാണുന്നതും അതുപോലെ ജീവിത പങ്കാളിയായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പുരുഷനിൽ കാണുന്ന ട്രേറ്റ്സും രണ്ടും വ്യത്യസ്തമാണ്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ട്രേറ്റ്സിലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ ഒരു വ്യക്തിക്ക് അയാളുടെ ലവ് റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.